ഒരു ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. മിക്കവാറുള്ള അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ എപ്പോഴും ഫ്ലോപ്പ് ആവുന്നത് അല്ലെങ്കിൽ അധികം സക്സസ് കിട്ടാതെ ലീഡ്സ് അധികം കിട്ടാതെ പോകുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ടുമാണ്. എപ്പോഴും നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ഒരു ഓഡിയൻസിന് കാണിക്കുമ്പോഴത്തേക്കും അവർ നോക്കുന്നത് ഈ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടോ, ആ ബ്രാൻഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ആയിരിക്കും അവർ ചിലപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോയി നോക്കുന്ന ഒരു ക്ലയന്റിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു കണ്ടന്റ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവണം. അതിനാണ് നമ്മൾ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്യുന്നത്. ആദ്യം നിങ്ങളൊരു ഓഫർ അല്ലെങ്കിൽ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഒരു ഓഡിയൻസിന് മുമ്പിൽ എത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ റൺ ചെയ്യണം. ബ്രാൻഡിനെ കുറിച്ച് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഓഡിയൻസിലോട്ട് എത്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം സെയിൽസ് നിങ്ങൾ സെല് ചെയ്യാൻ വേണ്ടി നോക്കുക. കീപ് ദിസ് ഇൻ മൈൻഡ്. എപ്പോഴും സ്ട്രാറ്റജി ഈസ് ഇമ്പോർട്ടന്റ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.